നമ്മൾ ഇന്നൊരു അടിപൊളി ഓഫ് റോഡ് അങ്ങ് പോവുക. ഒരു മല അങ്ങോട്ട് കയറാൻ പോവുക. അത് നല്ല വെറൈറ്റി ഐറ്റമായിട്ട് ഒന്ന് കണ്ടു നോക്ക്. ഇത് അങ്ങനെ നമ്മുടെ ലൊക്കേഷൻ എത്തി കേട്ടോ. ഇത് വാഗമണ്ണിൽ പുള്ളിക്കാനം എന്ന് പറയുന്ന സ്ഥലം. ഇത് ആ കാണുന്ന മലയിലോട്ടാണ് നമ്മൾ ഇന്ന് കയറാൻ പോകുന്നത്. അതാൻ പറഞ്ഞില്ലേ വെറൈറ്റിയാണ് ഇതേ സംഭവം കണ്ട്. ഈ വണ്ടികളിലാണ് നമ്മളിന്ന് ആ മല കയറാൻ പോകുന്നത്. നമ്മുടെ കോട്ടയത്തുള്ള ക്ലബ് 05 എന്ന് പറയുന്ന ഒരു RC കാർ ഗ്രൂപ്പാണ് ഈ ഒരു ഇവൻറ്റ് അറേഞ്ച് ചെയ്തത്. RC കാർസ് വെറും ഒരു കളിപ്പാട്ടം മാത്രമാണെന്നുള്ളൊരു തെറ്റിദ്ധാരണ ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ എല്ലാവർക്കും മാറും. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ ഇത് റെഡിയാക്കി വെച്ചു. കയറി പോകേണ്ട ട്രാക്കും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു. ഇനി ഞാൻ അങ്ങനെ അധികം സംസാരിക്കുന്നില്ല. ഇനി ആ ലൈവായിട്ട് ഞങ്ങളുടെ ആ ഒരു സന്തോഷവും ആ വണ്ടിയുടെ പെർഫോമൻസും ഒക്കെ ഒന്ന് കണ്ടു നോക്ക്. സ്കിപ്പ് ചെയ്യാതൊന്ന് കണ്ടു നോക്കണേ. ഹൈ ട്രാക്ക് പോരും, എല്ലാവരും പോരും. ഇങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പോകും. എടാ ഇതിലേ കയറി പോരാ, ഇതിലേ കയറി പോരും. ആ വാ, ഇല്ലേ വാ, ഇല്ലേ വാ. പുള്ളിക്കാനം കഴിഞ്ഞു. ഞാൻ പോയടാ. ഓ അതിന് കാലം കൈ കൊടുക്കണം. വീഡിയോ എടുക്കണം, വീഡിയോ എടുക്കണം. ഇപ്പം അടിപൊളിയായിട്ട് കയറിയല്ലോ. അവിടെ നിന്ന് ലെഫ്റ്റ്, അവിടെ നിന്ന് ലെഫ്റ്റ്, അവിടെ നിന്ന് ഇവിടെ ഒന്നുമില്ല കേട്ടോ. ഭക്ഷണം ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല.
കയറിപ്പോട്ടെ കയറിപ്പോട്ടെ. വിഞ്ചിട് വിഞ്ചിട്. വണ്ടി പോട്ടെ ബ്രോങ്കോ പോട്ടെ. ശരിയല്ല, അത് വണ്ടി ഇറങ്ങത്തില്ല. പുറകോട്ട് വിട്ടു. അതോ മണ്ണ. നേരാക്കാന്നില്ല. ആ പോര് പോര് പോര്. അത് അത് കയറുവാടാ നിൻ്റെ വണ്ടി അവിടെ. അടി ഇടിക്കുവാണോ? അല്ല അത്ര നീ ഈ സൈഡിൽ കൊണ്ട് നീ കേട്ടു. ഞാൻ കയറ്റി വിടാം. ഇത് വണ്ടി തീർന്നോ? ആ സ്വിച്ച് ഓഫായി പോയതാണോ നോക്കാം. ആ അതിലേ പോട്ടെ അതിലേ പോട്ടെ. ഓ മൈ ഗോഡ്, ഇതാണ് ടാസ്ക്. ാണോ കിടക്കുന്നത്? ആ അതിലേ പോട്ടെ പോട്ടെ ചെയ്തോ. ബില്ലീസിനൊക്കെ സപ്പോർട്ട് വേണം. അവിടെ ജിമ്മിന് കയറുന്നടാ. സിമ്പിളാണ്. വീഡിയോ എടുക്കണേ.
അത് ടാസ്കാണ്. അടിപൊളി. സൂപ്പർ ഇവിടെ കിടും കേട്ടോ. മറിഞ്ഞ് പിടിച്ചോ വാ പോര് മറിക്കാതെ വാ. ഇവിടെ വെച്ചോ, റോട്ടി വെച്ചോ. ഇത് തന്നെ ഇറങ്ങി പോകുന്നു. ഇങ്ങോട്ട് അറിയില്ല. എൻ്റെ ഉണ്ട് അതിൽ പോട്ടാ ഇതല്ല നമ്മൾ ഒരെണ്ണത്തിന്റെ പുറകെ പോകുമ്പോൾ മറ്റേത് വാ ഇച്ചിരി ബാക്ക് എടുത്ത് ഫോട്ടോ എടുക്കാനാണ്. വാ ഇച്ചിരി പ്രശ്നം ബാക്കി കൊടുക്കാം വണ്ടി. അപ്പുറത്തോടോ. പോട്ടെ അടിപൊളി. കേട്ടോ. 12 സ്കെയിൽ സ്കോർ ചെയ്തു. അടിപൊളി ഇവിടുത്തെ ഇതിൽ വലിയ വണ്ടി വരുന്നില്ല. അയ്യോ ക്യാമറ പോയി. അതാ വീഡിയോക്കകത്തുണ്ടോ? അതും ലൊക്കേഷൻ കിട്ടെ. ഒരു വലിയ തൈയാണ് ബാക്കി. എവിടെ പോവാ? സൈക്കിളിന് കിട്ടണം. അടുത്ത വാ. മറ്റേ റൂബിക്കോണോ പോയാ? വരുന്ന വരവ് നോക്കി എന്നെ അടിപൊളി. എല്ലാവരും കൂടെ വരുന്ന കാണാനായിട്ടല്ലേ? സൂപ്പർ അല്ലേ? പക്ഷേ അടിപൊളി. ജീപ്പ് അവിടെ വന്നോ? അതെ, ഡിഫൻഡർ ഓഫ് ആയിക്കോടാ. ഇത് തിരിച്ചിറങ്ങാൻ ഒന്നും കാണത്തില്ല. അങ്ങനെ ഞങ്ങളിതേ മലയുടെ മുകളിലെത്തി കേട്ടോ. ഉച്ചയായതോ ഒന്നും അറിഞ്ഞില്ല. വിശപ്പും ഇല്ല, ദാഹവും ഇല്ല, ഫോണും നോക്കിയില്ല, വേറെ ഒന്നുമില്ല, ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു ലോകത്തായിരുന്നു ഞങ്ങൾ ഇത്രയും പേര്. വേറെ പുറം ലോകത്തെ ആയിട്ട് യാതൊരു ബന്ധവും ഇല്ലായിരുന്നു. അത്രയ്ക്ക് അങ്ങോട്ട് എൻജോയ് ചെയ്ത് ഞങ്ങൾ ആ റൈഡ്. പിന്നെ പുള്ളിക്കാനത്ത് വന്നിട്ടുള്ള ഈ ഒരു വ്യൂവും നമ്മുടെ വണ്ടികളും ഒക്കെ ആയപ്പോഴത്തേനും ഉണ്ടല്ലോ, സംഭവം അടിപൊളിയായി, നല്ല കളറായി. നമുക്ക് ബാക്കിയുടെ കാണാം.
ലൈറ്റോ ആ ഓണല്ലോ. അങ്ങനെ ഞങ്ങൾ മേളിൽ ചെന്ന് റെസ്റ്റൊക്കെ എടുത്തു, ഫോട്ടോ ഒക്കെ എടുത്തു, എല്ലാം ഓക്കെ ആയിട്ട് ഞങ്ങൾ ഇതേ തിരിച്ച് താഴേക്ക് ഇറങ്ങുക. വീലോ വീലോ ആ ഹാ ഹാ ഹാ. കേറ്റം കണ്ടോ. ഇത് ഞങ്ങളെ വെയിറ്റ് ചെയ്ത് താഴെ ഒത്തിരി പേര് നിൽപ്പുണ്ടായിരുന്നു. നമ്മുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ചു, വണ്ടിയെക്കുറിച്ചൊക്കെ ചോദിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തു. ഒത്തിരി പേര് വന്നു. അപ്പം നമ്മുടെ ഈ RC ക്ലബ്ബ് ഇതുപോലെ കുറേ ഇവൻറ്റ്സ് ഇനിയും പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം വീഡിയോ നമ്മൾ ഈ ഒരു ചാനലിൽ എന്തായാലും ഇടുന്നതായിരിക്കും. അപ്പം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. മേളിൽ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ചെറിയൊരു മഴയൊക്കെ കിട്ടി. നമ്മൾ നനഞ്ഞ് കുളിച്ചു, വണ്ടിയൊക്കെ സേഫ് ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ മഴയൊക്കെ ഒന്ന് മാറിയ ശേഷം വണ്ടി പയ്യെ താഴോട്ട് തന്നെ ഇറക്കാൻ തുടങ്ങി. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതുപോലൊരു ഗ്രൂപ്പും നമുക്ക് കിട്ടി. കാരണം എല്ലാവരും നല്ല ആക്റ്റീവായിട്ട് തന്നെ നമുക്ക് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ക്രൗളിങ് എല്ലാം കഴിഞ്ഞു. നമ്മൾ വണ്ടിയെല്ലാം താഴെ കൊണ്ടുവന്നപ്പോഴത്തേനാണ് ഒരുപാട് പേര് നമ്മളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മുടെ വണ്ടിക്ക് വേണ്ടി വണ്ടിയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാനും ഒക്കെ ഒത്തിരി ആൾക്കാർ നിൽക്കുന്നുണ്ടായിരുന്നു. നല്ലൊരു സപ്പോർട്ട് തന്നെ ഉണ്ടായിരുന്നു നമുക്ക് ആ താഴെ വന്നപ്പോഴത്തേനും. ഒരുപാട് പേര് വട്ടം കൂടി നിന്നാണ് ഇതെല്ലാം ഭയങ്കര ഒരു ക്യൂരിയോസിറ്റിയോട് കൂടി ഇതെല്ലാം നോക്കിയതും കണ്ടതും ഒക്കെ. എന്തായാലും ഭയങ്കര ഹാപ്പി ആയിരുന്നു അതൊക്കെ. അപ്പം നമ്മുടെ ക്ലബ്ബ് ഇതുപോലെ കുറേ ഇവൻറ്റ്സ് നമ്മൾ ഇനി മുമ്പോട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ RC കാർ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും എല്ലാവരും നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ബാക്കി നമ്മളേറ്റു. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.